ഹലോ, ഞാൻ സോഫി പോളി. എല്ലാവർക്കും മത്തങ്ങയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് വളരെയധികം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വിലക്കയറ്റം, യുദ്ധം, സമാധാനമില്ലായ്മ. ഈ യുദ്ധമില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ വിലക്കയറ്റം സാധാരണ ഉണ്ടാകുന്നൊരു സംഭവമാണ്. കുറേ നാൾ മുമ്പ് സബോളയ്ക്ക് വില കൂടിയപ്പോൾ വീട്ടമ്മമാരൊക്കെ ദുഃഖിച്ചിരിക്കുന്ന ഒരവസ്ഥ റീലായിട്ട് വന്നു. എവിടെ ദുഃഖിച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് സന്തോഷമാണ്. ഈ സവോള അരിഞ്ഞ് കണ്ണീര് ഒലിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുപോലെ ചുവന്നുള്ളിക്ക് വില കൂടിയപ്പോൾ ചുവന്നുള്ളി മാലയായിട്ട് പുറത്ത് ഭാര്യയുടെ കഴുത്തിലിട്ട് കൊടുക്കുക. തക്കാളിക്ക് വില കൂടിയപ്പോൾ തക്കാളി മാലയായിട്ട് പുറത്ത് ഭാര്യയുടെ കഴുത്തിലിട്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെ റീലുകൾ ഇറങ്ങി. അപ്പോൾ സ്വർണത്തിന് വില കൂടിയപ്പോൾ സ്വർണത്തിൻ്റെ ഒരു മാല ഭർത്താവ് ഭാര്യയുടെ കഴുത്തിലിട്ട് കൊടുക്കുന്ന റീലെങ്കിലും വരുമെന്ന് വിചാരിച്ചോട്ടോ. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. നാളികേരത്തിന് വില കൂടിയപ്പോൾ ഭർത്താവ് നാളികേരം എടുത്ത അളന്മാരിൽ പൂട്ടി വയ്ക്കുക. ഞങ്ങൾ വീട്ടമ്മ വിചാരിച്ചു ഞങ്ങൾ കുറേ പൂട്ടി വയ്ക്കട്ടെ ഞങ്ങൾക്ക് സന്തോഷമാണ്. അല്ലെങ്കിൽ ഇത് ചിരണ്ടി പിഴിഞ്ഞൊക്കെ എടുക്കണമെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്നറിയാമോ? ഈ സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറേ വീട്ടമ്മമാർ ഇന്ന് ചിന്തിക്കുന്നുണ്ടാവും. ശരാശരി ഞങ്ങളുടെ മേല് ഇപ്പോൾ ഒരു 10 പവനെങ്കിലും കാണും. ഞങ്ങൾ ഡെയിലി ലൈവായിട്ട് 10 ലക്ഷം ചുമന്നുകൊണ്ടാണ് നടക്കണേ എന്നൊരഹങ്കാരം എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടല്ലോ അല്ലേ? പക്ഷെ നിങ്ങളൊന്ന് ഓർക്കണം, നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് നിങ്ങളുടെ കയ്യിലെ പൊന്ന്. ഗ്യാസ് ഇല്ല എന്നാ ഈ യുദ്ധം തുടങ്ങിയ പിന്നെ മേൽശ്വാസവും കീഴ്ശ്വാസമായിട്ട് അത് തന്നെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കണം. എന്നിട്ടാണോ ഗ്യാസ് ഇല്ല എന്ന് പറയണേ? ഞാൻ ആ ഗ്യാസിൻ്റെ കാര്യമല്ല പറഞ്ഞേ. കുക്കിംഗ് ഗ്യാസ് കിട്ടാനില്ലാന്ന്. ഈ കുക്കിംഗ് ഗ്യാസ് കിട്ടാനില്ലാണ്ട് ഭർത്താവ് ഈ ഗ്യാസ് കുറ്റി കൊണ്ടുവന്നിട്ട് ഭാര്യയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്ന റീല് വരുമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നില്ല കേട്ടോ. പകരം 2 കുറ്റി സ്വന്തമായിട്ടുള്ള വീട്ടിലേക്ക് മോളെ കെട്ടിച്ചു വിടാനുള്ള ഒരു റീൽ അങ്ങോട്ട് ഇറങ്ങിയേക്കാം. എന്തോ ഗ്യാസ് ഇല്ലാണ്ട് വന്നപ്പോൾ പുകയടുപ്പുകളുടെ ഒക്കെ വെറൈറ്റി പരസ്യങ്ങൾ അങ്ങോട്ട് വന്നു. 3 കല്ലിൻ്റെ കമല് വേണോ, 5 കല്ലിൻ്റെ കമല് വേണോ, 7 കല്ലിൻ്റെ കമല് വേണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെയാണ്. 3 കല്ലിൻ്റെ അടുപ്പ് വേണോ, 4 കല്ലിൻ്റെ അടുപ്പ് വേണോ, 5 കല്ലിൻ്റെ അടുപ്പ് വേണോ, റോക്കറ്റ് അടുപ്പ് വേണോ, പുകയുള്ള അടുപ്പ് വേണോ, പുകയില്ലാത്ത അടുപ്പ് വേണോ എന്നുള്ള ചോദ്യം. പക്ഷേ ഈ പുകയടുപ്പിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം പുതിയ തലമുറയ്ക്ക് വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും അവരത് ഇഷ്ടപ്പെടും. കാരണം എന്താണെന്നറിയാമോ? കരിയും പുകയും ഏറ്റ അൽഫാം തിന്ന് ജീവിച്ചവരാണ് അവർ. ഈ പുകയടുപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 10 വർഷം മുമ്പ് ടി വിയിൽ കണ്ടൊരു പരസ്യം ഞാൻ ഓർക്കുക. ഒരു ഓഫീസ് റൂമിൽ വലിയൊരു ഉദ്യോഗസ്ഥൻ നല്ല സെറ്റപ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് പറയാ, എൻ്റെ അമ്മ എന്നെ വളരെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചത്. അടുപ്പിൽ കുമ്പിട്ട് കിടന്ന് അടുപ്പിൽ ഊതി കരിയും പുകയുമൊക്കെ ഏറ്റ് പാചകം ചെയ്ത ഭക്ഷണമാണ് എനിക്ക് തന്നിരുന്നത്. ഇന്ന് എനിക്കിപ്പോൾ സമാധാനമുണ്ട്. ഞാനൊരു പുതിയ ഗ്യാസ് കണക്ഷൻ അമ്മയ്ക്ക് എടുത്തു കൊടുത്തു. ഇപ്പം കരിയുമില്ല പുകയുമില്ല. അമ്മയെ കാണാൻ എന്തൊരു ഭംഗി. ഇപ്പം പറയണത് നമ്മളോട് വിറകടുപ്പിൽ പാചകം ചെയ്യാൻ അതാണ് ഏറ്റവും നല്ലതെന്ന്. എന്തൊക്കെ ഇനി കാണണം, എന്തൊക്കെ ഇനി വരാനിരിക്കുന്നു. ഞാൻ പള്ളിയിൽ പോയിട്ട് വീട്ടിലേക്ക് പോവായിരുന്നു. ഭയങ്കര ചൂട്, സൂര്യൻ നിന്ന് തിളയ്ക്കല്ലേ. അപ്പം ഞാൻ ഓർത്തു ഈ ചൂടിനകത്ത് ബുൾസായി ഉണ്ടാക്കാം, പപ്പടം കാച്ചാം. ഒരു കലത്തിൽ വെള്ളം കൊണ്ടുവച്ച് അരിയും വെന്ത് കിട്ടും. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണ്ട എനർജി നമ്മുടെ സൂര്യൻ തന്നെ ഉണ്ടേ. അങ്ങനെ ഞാൻ നടന്ന് വീട്ടിലെത്താറായി. ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കണമെന്ന് വിചാരിച്ച് ഞാൻ വീടിൻ്റെ വാതിൽ തുറക്കാനായിട്ട് ഇങ്ങനെ തുറക്കാൻ ഭാവിക്കുമ്പോൾ എനിക്കെന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാട്ടോ. അതുവരേക്കും ബൈ.